ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയ തൊഴിലുറപ്പ് പദ്ധതി പുതിയ പേര് മാറി ജൂലൈ 1 മുതൽ പേര് മാറി പല പഞ്ചായത്തിലും പണിയെടുത്ത് വരുന്നുണ്ട്. തോടിൻ്റെ പ്രവൃത്തികളും പിന്നെ അതേമാതിരി തന്നെ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ഏറ്റെടുത്ത് വെച്ച മസ്റ്റോൾ അടിച്ചു വെച്ച ഓൺഗോയിങ് വർക്ക്സുമാണ് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പിന്നെ പുതിയ പ്രവൃത്തികളൊക്കെ ആരംഭിക്കാൻ വിബിജി റാംജി പദ്ധതി പ്രകാരം കരടും ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രവൃത്തികൾ നിലവിൽ ഏറ്റെടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നിലവിലെ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെട്ടാൽ മാത്രമേ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില പഞ്ചായത്തുകളൊക്കെ മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തികൾ എന്നത് ആക്ഷൻ പ്ലാനിൽ നിലവിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ രീതിയിൽ പുതിയ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ പുതിയ പദ്ധതി ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെട്ട, അതായത് ഗ്രാമസഭ അംഗീകരിച്ച ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെട്ട പ്രവൃത്തികൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതേമാതിരി ഒരു ന്യൂസ് ചാനലിൽ വന്ന ഒരു റിപ്പോർട്ടുണ്ട്. അപ്പം അതിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഈ വീഡിയോ ചെയ്യുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ വന്നതോടെ ഓരോരുത്തർക്കും 125 തൊഴിൽ ദിനം ഉണ്ടാകുന്ന വ്യവസ്ഥ ഫലത്തിൽ ലഭിക്കില്ലെന്ന് വിലയിരുത്തൽ. MGNRGക്ക് കീഴിൽ 365 ദിവസത്തിലായിരുന്നു 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകിയിരുന്നത്. എന്നാൽ ബിബിജി റാംജിയിൽ കാർഷിക വൃത്തിയുടെ സമയങ്ങളിൽ അവർ 60 ദിവസം തൊഴിലുറപ്പ് പദ്ധതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവശേഷിക്കുന്ന 305 ദിവസത്തിൽ 125 തൊഴിൽ ദിനം ഉറപ്പായി നൽകാൻ കഴിയില്ലെന്ന് തൊഴിലുറപ്പ് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ പറയുന്നു. കാർഷിക വൃത്തിയുടെ 60 ദിന കാലയളവ് ഏതെന്ന സംസ്ഥാനങ്ങൾക്കാണ് നിശ്ചയിക്കേണ്ടത്. ഉത്തരേന്ത്യയിൽ ഏറെ ഭൂമിയുള്ള ജന്മിമാർക്ക് കൃഷിക്കാലത്ത് കുറഞ്ഞ ചെലവിൽ പണിയെടുക്കാൻ ആളുകളെ ലഭിക്കാനാണ് 60 ദിവസത്തെ നിയന്ത്രണമെന്നും ആക്ഷേപമുണ്ട്. അവിദഗ്ധ തൊഴിലാളികൾക്ക് അവസരം കുറയുന്ന തരത്തിലാണ് പുതിയ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും പരാതി. തൊഴിലിൽ വൈദഗ്ധ്യമില്ലാത്തവർ കാലക്രമേണ പദ്ധതിയിൽ നിന്ന് പുറത്താകുമെന്നാണ് വിലയിരുത്തുന്നത്. നിലവിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ പുതിയ പദ്ധതി ആദ്യ മാസങ്ങളിൽ ബാധിക്കില്ല. എന്നാൽ തൊഴിൽ മേഖലയിൽ വൈദഗ്ധ്യം ആവശ്യം വന്നാൽ അവിദഗ്ധ തൊഴിലാളികൾ പദ്ധതിയിൽ നിന്ന് സ്വാഭാവികമായി പുറത്താകും. അതിന് 1 വർഷം എടുത്തേക്കും. പുതിയ പദ്ധതി പ്രകാരം തൊഴിലുറപ്പ് ജോലികളിൽ ശാരീരിക കണക്കിലെടുക്കാൻ സാധ്യതയുണ്ട്. 50 വയസ്സിന് മുകളിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുമുണ്ട്. ശാരീരിക ക്ഷമത വിലയിരുത്തിയാൽ ഇവർ പദ്ധതിയിൽ നിന്ന് പുറത്താകാൻ സാധ്യത കൂടുതലാണെന്ന് വിലയിരുത്തുന്നു. 266 ജോലി ഇനങ്ങളെ ആയിരുന്നു NRGയിലെ പട്ടികയിൽ ഉണ്ടായിരുന്നത്. പുതിയ പട്ടികയിൽ 318 തൊഴിൽ ദിനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മെറ്റീരിയൽ വർക്കാണ് കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൽ പൊതുവെ ചെയ്തിരുന്ന കയ്യാല, മയക്കുഴി നിർമ്മാണം തുടങ്ങിയ പുതിയ പട്ടികയിലില്ല. തരിശുനിലം, തരിശുഭൂമിയും കൃഷിയോഗ്യമാക്കൽ പദ്ധതിയില്ല. കർഷകർക്കും വ്യക്തിപരമായി തീറ്റപ്പുൽ കൃഷി നടത്തുന്നതിനും മാർഗമില്ല. സ്വയം സഹായ സംഘങ്ങളിലെ കൂട്ടായ്മ വേണമെങ്കിൽ ചെയ്യാം. തൊഴിലുറപ്പ് പദ്ധതി കീഴിൽ തൊഴിൽ തീരുമാനിച്ചിരുന്നത് പഞ്ചായത്തുകളിലായിരുന്നു. ഗ്രാമസഭകളുടെ ആവശ്യമെല്ലാം പരിഗണിച്ചായിരുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നത്. എന്നാൽ പുതിയ പദ്ധതിയിൽ പഞ്ചായത്തുകൾക്ക് സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. ഓരോ പഞ്ചായത്തിന് നിശ്ചയിക്കുന്ന തൊഴിലുറപ്പ് വീതത്തിനും അടിസ്ഥാനത്തിൽ മാത്രമാകും തൊഴിൽ ദിനങ്ങൾ. NRGയിൽ കേന്ദ്ര വീതം കഴിഞ്ഞിട്ടുള്ള ജോലികളോട് പഞ്ചായത്തിൽ നടത്തിയിരുന്നു. കാലതാമസം നേരിട്ടാലും തൊഴിലാളികളുടെ വേതനം പിന്നീട് ലഭിച്ചിരുന്നു. പഞ്ചായത്തുകൾ സ്വന്തം നിലയിൽ ജോലികൾ ചെയ്യിച്ചാൽ പുതിയ പദ്ധതി പ്രകാരം തൊഴിലാളികൾക്ക് വേതനം ലഭിക്കില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദാനമായിരുന്നെങ്കിൽ പുതിയ പദ്ധതിയിൽ ലഭിക്കുന്ന ഫണ്ടിന് അനുസൃതമായ തൊഴിൽ ലഭിക്കും. വിബിജി റാംജി പദ്ധതി കൂടുതൽ കാര്യക്ഷമമാവും സുതാര്യതയുമാക്കാൻ ബയോമെട്രിക് ഹാജർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഹാജറിന് ബയോമെട്രിക് സംവിധാനം പ്രായോഗികമല്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ബയോമെട്രിക് സംവിധാനത്തിന് ഇൻ്റർനെറ്റ് കണക്ഷൻ നിർബന്ധമാണ്. ഇൻ്റർനെറ്റ് ലഭ്യമല്ലാത്ത മേഖലകളിൽ ഹാജർ രേഖപ്പെടുത്താൻ കഴിയുമോ എന്ന ആശങ്കയാണ് തൊഴിലാളികൾ പങ്കുവെക്കുന്നത്. ബയോമെട്രിക് ഹാജറിന് പുറമെ GPS, മൊബൈൽ മോണിറ്ററിംഗ്, നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയുള്ള ആസൂത്രണം തുടങ്ങിയ പദ്ധതിയുടെ ഗുണങ്ങളായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. നേരത്തെ ഒരു പരിധി വരെ മാത്രമായിരുന്നു ഡിജിറ്റൽ നിയന്ത്രണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച് തൊഴിലാളികളുടെ ആശങ്ക സംബന്ധിച്ച് ഈ ന്യൂസിൽ വന്ന റിപ്പോർട്ട്. അപ്പോൾ
പുതിയ പദ്ധതികളൊക്കെ പുതിയ എന്താ പറയുക ഗ്രാമസഭ ഈ അടുത്ത് എല്ലാ പഞ്ചായത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അടുത്ത ദിവസങ്ങളൊക്കെ നിങ്ങൾ ആ പഞ്ചായത്തിൽ വാർഡ് അടിസ്ഥാനത്തിലൊക്കെ ഗ്രാമസഭകൾ ചേരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആശങ്കകളൊക്കെ അവിടെ പറയാവുന്നതാണ്. വേണമെങ്കിൽ അതിനെതിരെ പ്രമേയം പാസ്സാക്കി നിങ്ങൾക്ക് പഞ്ചായത്തിൽ അറിയിക്കാവുന്നതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ട് പഞ്ചായത്തിനെ അറിയിച്ചിട്ട് അത് സ്റ്റേറ്റിൽ അറിയിക്കാനൊക്കെയുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്താ പറയുക പ്രയോജനപ്പെടുത്തണം. അതേമാതിരി നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി, അതായത് ഗ്രാമസഭയിലാണ് നിങ്ങളെ കാര്യങ്ങളൊക്കെ പറയാനുള്ള വേദി എന്ന് പറയുന്നത്. ഗ്രാമസഭയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ പദ്ധതി ആയാലും വ്യക്തിഗത ആനുകൂല്യങ്ങൾ മുതൽ എന്ത് പഞ്ചായത്തിൽ നിന്ന് ലഭ്യമാകുന്ന എല്ലാ പ്രവൃത്തികളുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഗ്രാമസഭയാണ്. ഗ്രാമസഭയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഇത് പ്രകാരം മാത്രമേ നിങ്ങൾക്ക് ഓരോ കാര്യം എന്ത് വ്യക്തിഗത ആനുകൂല്യങ്ങളാണ് വേറെ എന്താണെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ലഭ്യമാകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വേദികളിലൊക്കെ മാക്സിമം തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ആശങ്കകളും കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതേമാതിരി അവർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും പല വാർഡുകളിലും. അപ്പം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ആ വേദിയിൽ പറയുക എന്ന് മാത്രം. അതിനെതിരെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതും കൂടി അവിടെ ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക. പിന്നെ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം നിലവിൽ കുറേ പ്രവൃത്തികളൊക്കെ ഇപ്പം പറഞ്ഞ ലിസ്റ്റ് പ്രകാരമുള്ള പ്രവൃത്തികളൊക്കെ പല പഞ്ചായത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പല പഞ്ചായത്തുകളിൽ നിന്നും പുതിയ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്താതെ ചെയ്യാൻ പറ്റില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, അതായത് നിലവിൽ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെട്ട പ്രവൃത്തികൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത് പുതിയ പദ്ധതിയിലുണ്ടെങ്കിൽ അതും ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ പ്ലാനിൽ നിലവിലെ ചില പഞ്ചായത്തിൽ മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തികൾ ആക്ഷൻ പ്ലാനിൽ നിലവിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തികളായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ട്രഞ്ചസും വഴിക്ക് ചില പ്രവൃത്തികളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്നിരുന്നാൽ പോലും ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെട്ടാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറച്ച് നമ്മൾ നിലവിൽ പഞ്ചായത്തിൽ നിന്നൊക്കെ നിലവിൽ നമ്മളെ പ്രവൃത്തികളുടെ ആരംഭം എന്ന് പറയുന്നത് ഗ്രാമസഭയിൽ നിന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രവൃത്തികളൊക്കെ VRPP എന്ന് പറയുന്ന ഒരു പ്ലാൻ തയ്യാറാക്കി അതിൽ 50% പഞ്ചായത്തും ബ്ലോക്കും പിന്നെ അതിന് പുറമെ കേന്ദ്ര സർക്കാർ പറയുന്ന പ്രവൃത്തികളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്ലാൻ തയ്യാറാക്കി അത് ഗ്രാമസഭയിൽ പാസ്സാക്കി എടുത്തതിന് ശേഷമാണ് പ്രവൃത്തികൾ ആരംഭിക്കുക. അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന പദ്ധതി പ്രകാരം തൊഴിലുറപ്പ് ഗ്രാമസഭയിൽ ഉന്നയിക്കുന്ന പ്രവൃത്തികളൊക്കെ ആയിരുന്നു ഏറ്റെടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നേരെ തിരിച്ചായിട്ട് പ്ലാൻ പ്രകാരമാണ് പ്രവൃത്തികളൊക്കെ ഏറ്റെടുക്കുക. അതായത് മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ പ്രകാരമാണ് പ്രവൃത്തികളൊക്കെ ഏറ്റെടുക്കാൻ പറ്റുക. അതാണ് മാറ്റം. അപ്പോൾ ഇതിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. വലിയ പ്രശ്നം നമുക്ക് തോന്നുന്ന പ്രശ്നങ്ങൾ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഫണ്ടിൻ്റെ കാര്യത്തിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താത്ത രീതിയിൽ തൊഴിലുറപ്പ് മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നിലവിലെ കേന്ദ്രം പറയുന്ന എന്താ പറയുക മാനദണ്ഡം 60:40 ആക്കി. അത് 60% കേന്ദ്രവും 40% കേരളവും എടുക്കുക എന്നുള്ളൊരു ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം കൂടി അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് കേന്ദ്രം നമുക്ക് തൊഴിൽ ദിനം അനുവദിക്കുന്നതിൽ കൂടുതൽ എത്ര തൊഴിൽ ദിനം എടുത്താലും അതിൻ്റെ മൊത്തം 100% ഫണ്ടും അത് സംസ്ഥാന സർക്കാർ ചിലവഴിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ഈ തൊഴിലുറപ്പിനെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്ന ഒന്നാണ്. അതായത് നിലവിൽ മുൻ വർഷങ്ങളിൽ തന്നെ നമുക്ക് 6 കോടി തൊഴിൽ ദിനമാണ് കഴിഞ്ഞ വർഷം അനുവദിച്ചത്. നമ്മൾ 10 കോടി തൊഴിൽ ദിനമാണ് കൈവരിച്ചത്. നമുക്ക് തന്നത് 6 കോടിയാണെങ്കിൽ നമ്മൾ കൈവരിച്ചത് 10 കോടിൻ്റെ അടുത്ത് തൊഴിൽ ദിനമാണ്. അപ്പോൾ 4 കോടിൻ്റെ പൈസ നിലവിലെ സാഹചര്യത്തിൽ പഴയ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ തന്നെ മുഴുവനായിട്ട് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ പദ്ധതി പ്രകാരം 6 കോടിയാണ് അനുവദിച്ചതെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് എത്ര ഒരു പെർസെൻറ്റേജും നമ്മൾ കൈവരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം തുകയും അതായത് സംസ്ഥാന സർക്കാർ വഹിക്കണം എന്ന് പറയുന്നത് ഇതൊക്കെ തൊഴിലുറപ്പിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് അതിലൊക്കെ മാറ്റം വരുത്താതെ മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 125 പണി എന്ന് പറയുന്നുണ്ടെങ്കിൽ 125 പണി കേരളത്തിൽ എല്ലാവരും എടുക്കുകയാണെങ്കിൽ ഏകദേശം 10 കോടിൻ്റെ മുകളിൽ തൊഴിൽ ദിനം 11 കോടിൻ്റെ അടുത്ത് തൊഴിൽ ദിനം കൈവരിക്കാൻ പറ്റും. അപ്പോൾ നിലവിലെ സാഹചര്യം വെച്ച് 11 കോടിയോളം തൊഴിൽ ദിനമാണ് നമുക്ക് കൈവരിക്കാൻ പറ്റുന്നത്. അപ്പോൾ 11 കോടിയിൽ 5 കോടി 6 കോടിയൊക്കെ കേന്ദ്രം അനുവദിച്ച് ബാക്കി 5 കോടിൻ്റെ പൈസ അതായത് സംസ്ഥാന സർക്കാർ എടുക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭാവിയിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് മാത്രമേ ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കാവൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങളുടെ ആശങ്കകൾ അറിയിക്കേണ്ടടുത്ത് അറിയിക്കുക, അല്ലാതെ വേറെ മുന്നോട്ട് പോവില്ല.
അപ്പം നിലവിലെ സാഹചര്യം വെച്ച് മാറ്റം വരാനൊക്കെ വളരെ പ്രയാസമാണ്. അപ്പോൾ നിങ്ങളുടെ ആശങ്കകളൊക്കെ മറ്റുള്ളവരെ അറിയിക്കുക. പിന്നെ നിങ്ങൾ എന്താ പറയുക, എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളുടെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ബന്ധപ്പെട്ടവരെ പ്രശ്നങ്ങളൊക്കെ പ്രയാസങ്ങളും അറിയിക്കുക എന്നുള്ള നിലക്ക് നിരവധി എന്താ പറയുക ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് നിലവിൽ. അതൊക്കെ നമ്മളെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ നിയമസഭയിലൊക്കെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പലരും പല രീതിയിൽ MLA-മാരും MP-മാരെയൊക്കെ കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ എല്ലാ സ്ഥലത്തും ഉന്നയിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരത്തിന് ശ്രമിക്കുന്നത് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇതൊരു കരട് ലിസ്റ്റ് മാത്രമാണ് നിലവിൽ ഇറങ്ങിയത്. പ്രവൃത്തികളെക്കുറിച്ച് കരട് ലിസ്റ്റാണ് ഇറങ്ങിയത്. അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യപ്രകാരം കേരളം ആവശ്യപ്പെട്ട പ്രവൃത്തികളൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതായത് നമുക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂടുതൽ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അപ്രകാരം അവരനുവദിച്ച് തരികയാണെങ്കിൽ കുറച്ചും കൂടി പ്രവൃത്തികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തൊഴിലുറപ്പ് പ്രവൃത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നില്ലെങ്കിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്താ പറയുക കൂലി കൂട്ടിയതും തൊഴിൽ ദിനം കൂട്ടിയതൊന്നും നമുക്ക് വേണ്ടാത്തൊരു ആവശ്യമായി മാറും. അപ്പം എന്താ പറയുക, നമുക്ക് 125 തൊഴിൽ ദിനം തന്നിട്ട് ഒരു 50 തൊഴിൽ ദിനം പോലും എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ 125 തൊഴിൽ ദിനം തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഏറെ എന്താ പറയുക കൈയും എല്ലാ പ്രതിസന്ധികളും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നമ്മളെ അറിയിച്ചാൽ നമ്മളും നിങ്ങൾക്ക് വേണ്ട മറുപടികളും മറ്റും ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.